നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വനിതാ സംവരണ ബില്ലിനെ പിന്തുണയ്ക്കാത്തതിലൂടെ പ്രതിപക്ഷം തെറ്റ് ചെയ്തുവെന്നും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി 8:30 രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ബില്ലിൽ നിലപാട് വ്യക്തമാക്കിയേക്കും. ബില്ലിന്റെ പേരിൽ ശ്രമിച്ചത് മണ്ഡല പുനർനിർണയത്തിനെന്നും ബിജെപിയുടെ രാഷ്ട്രീയ ഗൂഢനീക്കം പുറത്തായെന്നും പ്രിയങ്ക ഗാന്ധി. രാജ്യത്തെ സ്ത്രീകളുടെ രോഷം കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷവും നേരിടേണ്ടി വരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പാർലമെന്റ് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വിതുമ്പലോടെ വിട. വാൽപ്പാറ വാഹനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞ 9 പേർക്ക് കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. മൃതദേഹങ്ങൾ സംസ്കരിച്ചു. പാങ്ങമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവസാനമായി ഒരു നോക്കു കാണാനെത്തിയത് വൻ ജനാവലി. അനുശോചനം അറിയിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പരിക്കേറ്റ 11-കാരി മസ്നീൻ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ചികിത്സയിൽ. ഗുരുതരാവസ്ഥയിലുള്ള 3 പേർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ 3 പേർ കസ്റ്റഡിയിൽ. പിടിയിലായത് ഇൻസ്റ്റാപേ ലോൺ ആപ്പിന്റെ നടത്തിപ്പുകാർ. പ്രതികളെ റിമാൻഡ് ചെയ്തു. വിദ്യാർത്ഥികൾ പരാതി ഉന്നയിച്ച ഓർത്തോഡോണ്ടിക്സ് വിഭാഗം മേധാവി ഡോക്ടർ ഹാഷിം അലി രാജിവെച്ചു. രാജിക്കത്ത് നൽകി ആരോപണ വിധേയരായ കൂടുതൽ അധ്യാപകരും ജീവനക്കാരും. വേനൽ ചൂടിൽ വെന്തുരുകി കേരളം. പാലക്കാടിന് പിന്നാലെ മറ്റു ജില്ലകളിലും താപനില 40 ഡിഗ്രിയിലേക്ക്. സംസ്ഥാനത്ത് ഹീറ്റ് സ്ട്രോക്ക് ക്ലിനിക്കുകൾ പ്രവർത്തനം തുടങ്ങി. റെക്കോർഡ് ഭേദിച്ച് വൈദ്യുതി ഉപഭോഗം. ഇന്നലെ ഉപയോഗിച്ചത് 116.11 ദശലക്ഷം യൂണിറ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചാൽ പാൽവില കൂട്ടണമെന്ന് മിൽമ. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചിറാൻ. നടപടി US ഉപരോധം തുടരുന്നതിൽ പ്രതിഷേധിച്ച്. കടലിടുക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കപ്പലുകൾക്ക് നേരെ വെടിവെപ്പ്. കണ്ണൂർ തിമിരിയിൽ RSS പ്രവർത്തകരെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ CPM പ്രവർത്തകർക്ക് ശിക്ഷ വിധിച്ചു കോടതി. 10 പ്രതികൾക്ക് 25 വർഷം തടവും 2,60,000 രൂപ പിഴയും ശിക്ഷ. പോർക്ക് മന്തിയുമായി റംസാൻ ആശംസാ പോസ്റ്റർ. ചേർത്തല പോലീസ് സ്വമേധയാ കേസെടുത്തു. ചേർത്തല സ്വദേശി രതീഷ് പണിക്കർക്കെതിരെയാണ് കേസ്. പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പോർക്ക് മന്തിയുടെ ചിത്രം പ്രദർശിപ്പിച്ചത് മെഹർ മന്തി റെസ്റ്റോറന്റ് പോസ്റ്റർ എന്ന രീതിയിൽ. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. മസ്കറ്റിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശിയിൽ നിന്ന് 1,58,00,000 രൂപ വിലമതിക്കുന്ന ക്രിസ്റ്റൽ മെറ്റാഫെറ്റമിൻ പിടികൂടി. മയക്കുമരുന്ന് പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. കുംഭമേള വൈറൽ താരമായ പെൺകുട്ടിക്ക് പോലീസ് സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്ന് കൊച്ചി സിറ്റി കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ. സുരക്ഷ ആവശ്യപ്പെട്ടുള്ള പെൺകുട്ടിയുടെ ഇമെയിൽ ലഭിച്ചിട്ടുണ്ടെന്നും കൊച്ചി സിറ്റി കമ്മീഷണർ. ഒരു സേന മറ്റൊരു സേനയ്ക്ക് നൽകേണ്ട അടിസ്ഥാന സഹായം മാത്രമാണ് മധ്യപ്രദേശിൽ നിന്നുള്ള പോലീസ് സംഘത്തിന് നൽകിയതെന്നും കാളിരാജ് മഹേഷ് കുമാർ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.